ഓളിന്റെ വീടിന്റെ വാടക തന്നിട്ട് 12 മാസം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 12 മാസമായിട്ട് എന്റെ വീടിന്റെ വാടക പിരിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ലേന്ന്. അതിനൊരു കാരണമുണ്ട്, ഞമ്മക്കൊരു വീക്ക്നെസ് ഉണ്ട്. അയ്യേ, ഇത് പത്തിരി, അരിപ്പത്തി. നമ്മള് വീടിന്റെ വാടക ചോദിക്കാൻ വരുന്ന ദിവസമൊക്കെ ഓള് പത്തിരി ചൂടും, ഞമ്മക്ക് തരും, നമ്മൾ തിന്നും, നമ്മൾ പോവും, വാടക മറക്കും. വാടക മറക്കും. പക്ഷെങ്കിൽ ഇന്നോളെ കഴിഞ്ഞ് നമ്മളെടുത്ത് നടക്കൂലട്ടോ. അതിനുള്ള ചങ്കുറപ്പായിട്ടാണ് നമ്മൾ വന്നത്. അതിനുള്ള ചങ്കുറപ്പ്. ആ കല്ലെടുക്ക. അയ്യോ, ഇയാൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കാണ്ടല്ലോ. ഇയാരണ്ടോ? ഇയാൾക്ക് മനസ്സിലായില്ല. ഞമ്മള് അബ്ദുൾ റഫീഖ്. അബ്ദുൾ റഫീഖാണ്. എന്തേ മോനെ, ഈ രാവിലെ കുടിച്ചു കുറിയൊക്കെ തൊട്ടിട്ട് അണ്ണാറക്കണ്ണൻ ചിബോ. ഈ എന്റെ അടുത്തുനിന്ന് വാങ്ങിയ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് 2 ദിവസമായിട്ട് എന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഞാൻ തിരിഞ്ഞു കളിക്കുന്നത്. 2 ദിവസമായിട്ട് നിങ്ങളെ വീടിന്റെ മുമ്പിൽ ഞാൻ വന്ന് തിരിഞ്ഞടിക്കല്ലെന്ന്. എന്തിന്? നിങ്ങൾക്ക് പൈസ തരാൻ. അയ്യേ, പൊട്ടുമുടി ഒഴിവാക്ക്. അന്നെ പിടുത്തം കിട്ടൂല. വെറുതെ അല്ലടാ അന്നെ അണ്ണാറക്കണ്ണൻ ചിബോന്ന് വിളിക്കേ. അത് വിളിക്കല്ലേ. എന്റെ പേര് അണ്ണാറക്കണ്ണൻ ചിബു. അണ്ണാറക്കണ്ണൻ വിളിക്കുന്നൊക്കെ ഇഷ്ടമല്ല, അതിന്റെ ടൈറ്റ് പേരാണ്. ടൈറ്റ് പേര് ഈ അണ്ണാറക്കണ്ണൻ ചിബു എന്ന് പറഞ്ഞാൽ അന്നെ എല്ലാരും അറിയുള്ളൂ. അത് പറയരുത്. അത് പറഞ്ഞത് ഞാൻ എന്റെ അച്ഛനെ വരെ തല്ലിയിരിക്കുന്നു. അല്ലോ, എന്നാ പിന്നെ അന്നെ ഞാൻ അണ്ണാറക്കണ്ണാന്ന് നീ വിളിക്കുന്നില്ല. അന്നെ നീ നാട്ടുകാരും അണ്ണാറക്കണ്ണാന്ന് വിളിക്കൂല. ഇനി അണ്ണാറക്കണ്ണാന്ന് നാട്ടുകാർ വിളിച്ചിട്ടുണ്ട്, അന്നെ അണ്ണാറക്കണ്ണാന്ന് വിളിക്കരുത് എന്ന് ഞാൻ ഓരോട് പറയും. അണ്ണാറക്കണ്ണ അണ്ണാറക്കണ്ണ എന്റെ ഫോൺ അടിക്കുന്ന എടുക്കണ്ണാറക്കണ്ണ. ആരാത്? ഹലോ, കൊണ്ടുപോടി. ഒരു പണി നേരാണ്. ഈ പഞ്ചായത്ത് ഞാൻ കാലത്ത് എല്ലാം ആയിക്കോ, ഞാൻ ശരിയാക്കും. ആത്മാനെ കൊട്ടല് പോയി. ആ പോന് ഞാൻ കൊടുത്ത എന്റെ പൈസന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ തിരിച്ചു കിട്ടൂല. ഇനിയിപ്പോ മറിയന്റെ വാടക ഉള്ളത്. ഓളിനിപ്പോ എന്ത് പത്തിരി ചുട്ട് തന്നാലും ഇന്നത് ഞാൻ വാങ്ങിട്ടേ പോളൂ. ഓളകത്തുണ്ട്. ഓളെ നമ്മൾ പുറത്തേക്ക് ചാടിച്ചേരാ. നിങ്ങൾ കണ്ടോളി. ഹലോ ഹലോ, മറിയാണോ? അല്ല, അവിടെ കുത്തിയിരിക്കാണ്. മറിയല്ലേ? മറിയല്ല, ഞങ്ങള് പോയി മറിഞ്ഞോളി. നിങ്ങൾ ഇതിൽ എന്നാ ചക്കയിരിക്കണ്? അല്ല, മറിയല്ലേ നീയോ? ആ, മറിയലൊക്കെ ഉണ്ടേനി. അതൊക്കെ ഒരു കാലം. ഹലോ, മറിയുമല്ലേ? മറിയുമല്ലേ? ആ, മറിയുമാണ്. ഞാൻ കലന്തരാജ്. അല്ല, കന്തരാജിക്കാണ്. അല്ല, നിങ്ങളെ പറ്റി ഇപ്പം വിചാരിച്ചിട്ടുള്ള പത്തിരി ചുടുമ്പോ. അയ്യേ, ആ പത്തിരിന്റെ വർത്താനം അവിടെ നിർത്തിക്കാണ്ടിട്ടോ. അല്ല, നിങ്ങൾ എവിടെ ഉള്ളത്? ഞാൻ കുറച്ച് ദൂരെ. ദൂരത്താണ്. നിങ്ങൾക്ക് തരാനുള്ള വാടകയെല്ലാം എണ്ണി ഞാൻ വെച്ചിന് ഇവിടെ. വെച്ചിട്ടില്ലേ? എന്നാ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് വരാം. അല്ല, ഇപ്പൊ ഇതിന് കാര്യമില്ല. ഞാനിവിടെ ഇല്ല. എവിടാണ്? ബേബി അമ്മാൻ ഹോസ്പിറ്റലാണ്. അവിടെ എന്താണ്? ഇവിടെ ചെബാറിന്റെ ഭാര്യ പെട്ടി ഉമ്മക്കുത്സവം 5 കുട്ടികളെ ഇരട്ട പറ്റിക്ക. 5 കുട്ടികളെ ഇരട്ട? 5 കുട്ടികളെ പറഞ്ഞ പിന്നെ എന്താ പറയാ? 5 കുട്ടികളെ പറഞ്ഞ മാഞ്ഞാളം പറഞ്ഞേക്കാതെ എന്റെ വാടകന്റെ പൈസ കൊണ്ട് തന്നേക്കണ്ടിട്ടോ. നമ്മളിപ്പോ അങ്ങോട്ട് വരും. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. 2 മാസം കഴിഞ്ഞിട്ട് പോന്നോളി. അതെ, 2 മാസത്തിന്റെ കണക്ക് നിങ്ങളെ ചെവിക്ക് തരാറുണ്ടോന്ന്? 5 കുട്ടികളെ കുളിപ്പിക്കണ്ടേ? ഈറ്റാർക്കിന് കിട്ടിയില്ല. ഈറ്റ ഓരോ പൊട്ടുപൊളി നിർത്തിക്കാണ്ടിട്ടോ. നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് പോരി കലന്തനിക്കാ. എന്നാ പിന്നെ നമ്മൾ പോട്ടെ, 2 മാസം കഴിഞ്ഞിട്ട് വരാം. പോന്നോളി. കലന്തം വന്നാല് കൊലന്തം വന്നാല് പറ്റിക്കാൻ പറ്റൂല. മറിയനെ പറ്റിക്കാൻ പറ്റൂല. കലന്തം വന്നോട്ടെ കൊലന്തം വന്നോട്ടെ പറ്റിക്കാൻ പറ്റൂല. മറിയനെ പറ്റിക്കാൻ പറ്റൂല. ഇരട്ട പറ്റിക്ക 5 കുട്ടികൾ. കണക്ക് പ്രകാരം 5 ഉണ്ട്. ഈറ്റാത്തിന് നാട് തെരഞ്ഞോക്കി കിട്ടേറ്റാ. ബേബി മെമ്മോറിയൽ ആസ്പത്രി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വിചാരിച്ചത്? നിന്റെ വീടിന്റെ വാടക വാങ്ങാൻ വരുന്ന സമയത്തൊക്കെ ഈ തമാശ കളിക്കാം. 12 മാസമായി നിന്റെ വീടിന്റെ വാടക വന്നിട്ട് എന്താ അതൊക്കെ തരിക? ചാടി കളിക്കുന്നേ. ചായ ലേശം കുടിച്ചോട്. നിങ്ങൾക്ക് ചായ വേണം? എന്റെ ചായ കുടിപ്പിച്ച് ഇട്ടാൻ പോകാൻ ഇവിടെ അന്റെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നോന്നല്ല. നമ്മളെ വീടിന്റെ വാടകയ്ക്ക് വേണ്ടി വന്നതാണ്. വാടകയ്ക്ക് നിങ്ങൾ സൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ലേ. ഞാൻ സുക്കൂറിന് വേണ്ടി 10 ചായ ഉണ്ടാക്കി. ഞാൻ 10 ഇങ്ങോട്ട് വേണം ചോദിച്ചപ്പോ ഇന്റെ തെറ്റ്. പത്തിരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ മറിയേ കുറച്ച് അരിപ്പൊടി എടുത്ത് ചൂടുവെള്ളം കുറഞ്ഞിട്ട് കുഴച്ചിട്ട് ചെറിയ ഉരുളാക്കി കൈമല വെച്ചിട്ടൊരു പരത്തലുണ്ട്.
അതെന്താണ്? പരത്തുക. അല്ലാ, പത്തിരി പത്തഞ്ഞ് വെള്ളത്തിന്റെ ആവശ്യമില്ല. അതെ. മഴ പെയ്യുമ്പോൾ ആ തുപ്പല് തെറിക്കണം. ഒരു തമാശ. ഈ പരത്തിയ പത്തിരി ചൂടോടെ ചുട്ടെടുത്തിട്ട് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ഒരു തിന്നലുണ്ട് പറയേ. അമ്മാതിരി പത്തിരിയാ. അമ്മാതിരി പത്തിരില്ല, നമ്മള് പാവപ്പെട്ടത് പാവപ്പെട്ട പത്തിരി. ആ ഇയാടെ കതും പറ്റും, എടുത്തോ. അല്ല, പത്തിരി വേണം പോലെ. ഒരു ഗ്ലാസ് ചായ വെച്ചപ്പോ പത്തിരിയായി. എന്താ മറിയ ഈ ദിക്രോല്ലെന്ന്? അല്ല, ദിക്റില്ല, പാട്ടാടാണ്. ദിക്റ് പാടി കിളിയേ പത്തിരി നിന്നാൽ ഉൾപ്പില്ലാണ്ട് പേരയിലേക്ക് കയറി വന്നാ ദിക്റ് പാടി കിളിയേ. എന്തൊക്കെ തന്നെ ആണെങ്കിലും മറിയ ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പത്തിരിയാണ്. കുറച്ച് മുരിങ്ങന്റെ കറിയും കൂടി വന്നിട്ട് രസമാണ്. എന്താ പറയാടെ ഇവിടെ കൊരകന്റെ കുട്ടീനെ പോറ്റുന്നുണ്ടോ? അല്ല, സുക്കൂറാണ് കല്ലെടുക്കാൻ എന്താവന് ഓനെ വല്ലാത്ത നാണാണ് നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ. എന്തിനാണ്ടാ നാണൊക്കെ? മാനവില്ലാണ്ട് ഉറപ്പിലാണ് കേറി വരുന്നല്ലേ. അങ്ങനെ ഒന്നുമില്ല, അതാ നോക്കിക്കോളി. അല്ല, തിന്നോളി. സുക്കൂറേ, സുക്കൂർ എന്തെനിക്കൊക്കെ വരട്ടെ. ഓനതാ പോരെ പൊട്ടി പന്തലുണ്ട്, ഭയങ്കര പിടിച്ചാണ്. സുക്കൂറെ എന്താക്കാണ് അവിടെ? സുക്കൂറെ, ഞാൻ പറഞ്ഞില്ല വേറെ പറ്റി പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ? കലന്തരാജി. ഉമ്മ പറഞ്ഞേക്കണേ. പിന്നല്ലേ നിങ്ങളില്ലേ എത്ര പത്തിരി തിന്നും? ആ ഞാനൊരു 10-20 പത്തിരി തിന്നു. എന്റെ പഠിച്ചോനെ, അത് 3 പത്തിരിയേ ഉള്ളൂ. അതിനെന്തേ? നുള്ളി തിന്നാലേ നുള്ളേ, നക്കി തിന്നാലേ നക്കിയേ. ഉമ്മ പറഞ്ഞേക്കണേ. ഞാനില്ലേ അയ്യുണ്ട് സ്കൂളിൽ പട്ടാണിക്കടല വാങ്ങിയത്. പട്ടാണിക്കടല നിങ്ങൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നേ? ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നു. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ. തിന്നണ്ട ഞാന്. ഒന്ന് തിന്ന് തീരാനായില്ലേ, ഒന്ന് തിന്ന് തീരാനായി. ഉമ്മ പറഞ്ഞേക്കണേ. സ്പീഡിലെല്ലാം തിന്നുന്നേ നോക്ക്. നോക്കി. പിന്നല്ലേ ഞാനില്ലേ ബാംഗ്ലൂരിൽ കല്യാണത്തിന് പോയിനെ. എന്തെങ്കിലും പോയിക്കൂടോ? നിങ്ങൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നേ? ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നു പറഞ്ഞോട്. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ. ഞാൻ തിന്നില്ല. ഞാന് 2 എണ്ണം തിന്ന് തീരാനായില്ലേ, 2 എണ്ണം തിന്ന് തീരാനായി, 2 എണ്ണം തിന്ന് തീരാനായി. ഉമ്മ പറഞ്ഞേക്കണേ. എന്തെങ്കിലും പറഞ്ഞോട്ടെ. നോക്കി നോക്കി. പത്തിരിക്ക് ഉപ്പ് പുളിണ്ടോന്നേ? ഉപ്പ് പുളിയില്ല, ഞാൻ തിന്നു. ഉപ്പ് പുളിണ്ടല്ലോ, പത്തിരിക്ക് ഉപ്പ് പുളിണ്ടല്ലോ. പത്തിരിക്ക് ഉപ്പ് കൊത്തി തിന്നുന്നേ. 3 എണ്ണം തിന്ന് തീർത്തില്ലേ, 3 എണ്ണം തിന്ന് തീർത്ത്, 3 എണ്ണം തിന്ന് തീർത്ത്. ഉമ്മ പറഞ്ഞേക്കണം. ഉമ്മ പറഞ്ഞേക്ക് ആ പത്തിരി നീ തിന്നിട. വലിയ മൂത്രം ഒഴിക്കുന്ന ചട്ടിയിൽ വീണ പത്തിയാണ്. ഉമ്മ പറഞ്ഞേക്കണം.